ഭക്തിനിർഭരമായ കാത്തിരിപ്പിന് വിരാമം. ചരിത്രപ്രസിദ്ധമായ അരൂർ വട്ടകേരിൽ ശ്രീ ഖണ്ഡാകർണ ക്ഷേത്രത്തിൽ തിരുവോത്സവത്തിന് ഗന്ധർവസ്വാമിക്ക് പള്ളിക്കാപ്പ് ചാർത്തലോടുകൂടി ആരംഭം കുറിക്കുന്നു. 1201 ആണ്ടിലെ ഈ പുണ്യ മഹോത്സവം 2026 മാർച്ച് 4 മുതൽ 8 വരെ നടക്കുന്നു. 5 നാളുകൾ നീണ്ടു നിൽക്കുന്ന ആഘോഷങ്ങൾ: ഗന്ധർവക്കളം, സർപ്പക്കളം, മഹാദീപാരാധന, മറിവിളക്കെഴുന്നള്ളിപ്പ്, പ്രൗഢഗംഭീരമായ 27ഓളം ഗരുഡ വാഹനം എഴുന്നള്ളിപ്പ്, വർണ്ണാഭമായ താലപ്പൊലി, അങ്ങനെ വിശേഷപ്പെട്ട ചടങ്ങുകളാൽ അരൂർ ഭക്തിസാന്ദ്രമാകും. കൂടാതെ മാർച്ച് 15-ന് ഐശ്വര്യദായകമായ 7ാം പൂജയും വട്ടകേരിൽ ശ്രീ ഖണ്ഡാകർണ സ്വാമിയുടെയും ശ്രീ ഭദ്രകാളി അമ്മയുടെയും അനുഗ്രഹം തേടി നമുക്കൊന്നിക്കാം. ഭക്തിയും കലയും ഒത്തുചേരുന്ന ഈ മഹാമഹത്തിലേക്ക് എല്ലാ ഭക്തജനങ്ങളെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. പള്ളുരുത്തി ശ്രീ ഭവാനീശ്വര മഹാക്ഷേത്ര മഹോത്സവത്തിന്റെ ഭാഗമായി നടന്ന കാവടി ഘോഷയാത്ര ഭക്തിസാന്ദ്രമായി. പള്ളുരുത്തി ശ്രീ ഭവാനീശ്വര മഹാക്ഷേത്ര മഹോത്സവത്തിന്റെ ഭാഗമായി നടന്ന കാവടി ഘോഷയാത്ര ഭക്തിസാന്ദ്രമായി. തെക്കും ഭാഗം, വടക്കും ഭാഗം എന്നീ ഭാഗങ്ങളിൽ നിന്നാണ് കാവടി ഘോഷയാത്ര ക്ഷേത്ര മൈതാനിയിൽ എത്തിയത്. വടക്കും ഭാഗം കാവടി ജനറൽ കൺവീനർ TV സുനിലിന്റെ ആഭിമുഖ്യത്തിൽ ഫെബ്രുവരി 28-ാം തീയതി ശനിയാഴ്ച വൈകിട്ട് 4 മണിക്ക് തോപ്പുംപടി പ്യാരി ജംഗ്ഷൻ വരമ്പത്ത് ശ്രീ ഖണ്ഡാകർണ ക്ഷേത്രത്തിൽ നിന്ന് ആരംഭിച്ച് 40 ഫീറ്റ് റോഡ് വഴി പുല്ലാർദേശം റോഡിൽ കൂടി ശ്രീ ഭവാനീശ്വര ക്ഷേത്ര മൈതാനിയിൽ എത്തിച്ചേർന്നു. തെക്കും ഭാഗം കാവടിക്ക് ജനറൽ കൺവീനർ R സന്തോഷ് നേതൃത്വം നൽകി. വൈകിട്ട് 4 മണിക്ക് കാവടി ഇടക്കൊച്ചി ശ്രീ കൃഷ്ണസ്വാമി ക്ഷേത്ര സന്നിധിയിൽ നിന്നും ആരംഭിച്ച് ശ്രീ ഭവാനീശ്വര ക്ഷേത്ര മൈതാനിയിൽ എത്തിച്ചേർന്നു. പീലിക്കാവടി, കൊട്ടക്കാവടി, ആട്ടക്കാവടി, അറുമുഖ കാവടി, നിശ്ചല ദൃശ്യങ്ങൾ, കർണാടക, ആന്ധ്ര, തമിഴ്നാട് എന്നിവിടങ്ങളിലെ കലാരൂപങ്ങൾ, മയിലാട്ടം, രാധാകൃഷ്ണ നൃത്തം, ടാബ്ലോ, കരകാട്ടം, ശിങ്കാരമേളം, ബാൻഡ് മേളം, പഞ്ചവാദ്യം, പമ്പമേളം, കൂടാതെ വടക്കൻ മലബാറിന്റെ കലാരൂപങ്ങളായ തെയ്യം, തിറ എന്നിവയോട് കൂടിയാണ് കാവടി ക്ഷേത്ര മൈതാനിയിൽ എത്തിച്ചേർന്നത്. നിരവധി ഭക്തജനങ്ങളാണ് കാവടിയിൽ പങ്കെടുത്തത്. ന്യൂസ് ബ്യൂറോ, പള്ളുരുത്തി.